ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളാണ് ജോൺ അസ്രഫ് എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം ഒരു വളരെ മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹാവിങ് ഇറ്റ് അറ്റ് ഓൾ. നമുക്ക് എല്ലാം സാധിക്കുമെന്നാണ് ജോൺ അസ്രഫ് പറയുന്നത്. അപ്പൊ ഈ ജോൺ അസ്രഫിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യകാലങ്ങളും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ റോണ്ട ബെന്നിന്റെ സീക്രട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്ററിയിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൂടെ അദ്ദേഹം യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ശക്തിയെ കുറിച്ച് പറയുകയും അദ്ദേഹം ഒരു വളരെ പ്രചാരമുള്ള വ്യക്തിയായി മാറുകയും ചെയ്തത്. അദ്ദേഹം ഒരു അതിസമ്പന്നനാണ്. അദ്ദേഹം ലോകത്തെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേറ്ററും പേഴ്സണൽ കോച്ചും എല്ലാമാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എല്ലാം സാധിക്കാം, നാം ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് നേടുവാൻ സാധിക്കും എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് സ്ട്രീറ്റ് കിഡ് എന്നാണ്. കാനഡയിലെ ടൊറന്റോയിലാണ് അദ്ദേഹം ജീവിച്ചു വളർന്നത്. വളരെ ദുഃഖമായ അല്ലെങ്കിൽ ദുരിതമായ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സ്ട്രീറ്റ് കിഡ് എന്നാണ് പറയുന്നത്, ഒരു തെരുവിന്റെ ഒരു ബാലൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം, തെരുവുകളിൽ ഉള്ള ജീവിതം, വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും അദ്ദേഹം ജീവിച്ചു പോയത്. ജോൺ അസ്രഫ് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കാമെന്ന് ഒരു 7 പവർ ഫാക്ടേഴ്സ് അതിലൂടെ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അതാണ് ഈ ഹാവിങ് ഇറ്റ് അറ്റ് ഓൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത്. ഈ ജോൺ അസ്രഫ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രചാരമുള്ള വ്യക്തിയാകാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം റോണ്ടബന്റെ ദ സീക്രട്ട് എന്ന ഡോക്യുമെന്ററിയിൽ പറയുന്ന അനുഭവമാണ്. അദ്ദേഹത്തിന് വളരെ മനോഹരമായ ഒരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ വീടിന്റെ രൂപം അദ്ദേഹം വളരെ നന്നായി വരയ്ക്കുകയും ഡിസൈൻ ചെയ്യുകയും അത് ഡിസൈൻ ചെയ്ത് അദ്ദേഹം അത് വിഷ്വലൈസ് ചെയ്യുകയും അത് തന്റെ ബുക്കിൽ എവിടെയോ സൂക്ഷിക്കുകയും ചെയ്തു. കുറെ നാൾക്ക് ശേഷം അദ്ദേഹം ഒരു വീട് വാങ്ങുകയാണ്. വീട് വാങ്ങിയ ശേഷം അദ്ദേഹം ആ വീടിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പണ്ട് വിഷ്വലൈസ് ചെയ്ത് ആ പിക്ചറും എടുത്ത് നോക്കുകയാണ്. നോക്കിയപ്പോൾ ഇത് എക്സാക്ട് റിപ്ലിക്ക തന്നെയാണ് താൻ വാങ്ങിയ വീടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെയാണ് വിഷ്വലൈസേഷന്റെ ശക്തി അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇത് ജോൺ അസ്രഫ് മാത്രമല്ല, ജീവിതത്തിൽ വിജയം ആഗ്രഹിച്ച വിഷ്വലൈസേഷന്റെ പവറിനെ അനുഭവിച്ചറിഞ്ഞ ആളുകളിൽ ഒട്ടുമിക്ക ആളുകളും തുടർന്ന ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അങ്ങനെ വിഷൻ ബോർഡ് എന്ന ആശയം ഇദ്ദേഹം തന്നെയാണ് അധികം പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത് ജോൺ അസ്രഫ്. വിഷൻ ബോർഡിലൂടെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ നേടുവാൻ സാധിക്കുമെന്നാണ് ജോൺ അസ്രഫ് പറയുന്നത്. ഈ 7 ഫാക്ടേഴ്സ് ഓഫ് സക്സസ് അല്ലെങ്കിൽ പവർ ഫാക്ടേഴ്സ് അതൊന്ന് വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണോ മിഥ്യയാണോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ അത് തീർച്ചയായും സത്യമായും ആകണമെങ്കിൽ ഈ പവർ ഫാക്ടേഴ്സ് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ജീവിതത്തോടുള്ള മനോഭാവം, മറ്റുള്ളവരോടുള്ള മനോഭാവം, നമ്മുടെ സാഹചര്യമുള്ള മനോഭാവം എന്താണ്. അതായത് പൊതുവായി പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാറുണ്ട്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയാണോ അതെയോ നെഗറ്റീവായി അപ്രോച്ച് ആണോ? ഒരു കാര്യം നേടണമെങ്കിൽ എനിക്കിതൊന്നും പറ്റിയിട്ടുള്ള കാര്യമല്ല എന്നോ അതെയോ എനിക്കിത് നേടാൻ സാധിക്കും, എനിക്കിത് നേടണം, എനിക്കിത് സാധിക്കും എന്നുള്ള ചിന്തയാണ്. ഈ മനോഭാവം എപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും നാം ചിന്തിക്കേണ്ടത് എന്റെ മനോഭാവം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ബിലീഫ് സിസ്റ്റം. നമ്മുടെ വിശ്വാസ ചിന്തകൾ എന്താണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അനേകം ആളുകളെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സഹായിക്കാത്തതിന് അല്ലെങ്കിൽ വിജയിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്താഗതി. നിനക്ക് പണക്കാരനാകാൻ കഴിയില്ല എന്നും നിനക്ക് വളരുവാനും ഗ്രോ ചെയ്യുവാനും കഴിയുകയില്ല എന്നും ഇതൊന്നും എനിക്ക് പറ്റിയിട്ടുള്ള പണിയല്ല എന്നുമുള്ള ലിമിറ്റിംഗ് ബിലീഫാണ് അനേകം ആളുകളെ തളച്ചിട്ടിരിക്കുന്നത്. ഈ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിക്കൊണ്ട് എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും എന്നുള്ള ആ ചിന്തയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സി എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. എനിക്ക് എന്താണ് വേണ്ടത്. ജോൺ അസ്രഫ് തനിക്ക് വേണ്ട വീടിന്റെ എക്സാക്ട് ട്രിപ്ലിക്ക് അദ്ദേഹം വരയ്ക്കുകയാണ്. തനിക്ക് ഇത്ര പണം ഇത്ര മാസത്തിൽ ഇത്ര ദിവസത്തിൽ കിട്ടണമെന്ന് അദ്ദേഹം കൃത്യമായി വിഷൻ ബോർഡിൽ വിഷ്വലൈസ് ചെയ്യുകയാണ്. ആ ക്ലാരിറ്റി വളരെ ആവശ്യമാണ്. എങ്ങോട്ടേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള ക്ലാരിറ്റി വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ അദ്ദേഹം പറയുന്ന പവർ ഫാക്ടർ ഫോക്കസ് ആണ്. ഒരു കാര്യം എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയി ക്ലാരിറ്റി കിട്ടി, ഇനി ആ ഫോക്കസ് മാത്രം, വേറെ എങ്ങും നോക്കാൻ പാടില്ല. ലക്ഷ്യം ഇതാണ്, അങ്ങോട്ടേക്ക് മാത്രമാണ് ഞാൻ എപ്പോഴും പോകുന്നത്. എനിക്ക് ഇന്ന മേഖലയിൽ എക്സ്പേർട്ട് ആകണം, അതുകൊണ്ട് ഇന്ന മേഖലയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ കാര്യമാണ് ആക്ഷൻ. ആക്ഷൻ ഇല്ലാതെ വിജയിക്കാൻ കഴിയുമെന്ന് വ്യാമോഹിക്കരുത്. നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ മേഖലയിൽ ആക്ഷൻ ചെയ്യുക, പ്രവൃത്തി ചെയ്യുക.
ഒരു സ്പീക്കർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സ്പീക്കർ ആകാൻ പ്രാക്ടീസ് ചെയ്യുക. ഒരു എഴുത്തുകാരനാകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എഴുത്തുകാരനായി പ്രാക്ടീസ് ചെയ്യുക, ആക്ഷൻ ചെയ്യുക. ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആകാൻ ആഗ്രഹിക്കുന്നാൽ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആകാൻ സാധിക്കില്ല. ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നാൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാതിരുന്നാൽ ആകാൻ സാധിക്കില്ല. ഒരു IAS പരീക്ഷ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നാൽ ആ പരീക്ഷയ്ക്ക് പഠിക്കാതെയോ എഴുതാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കില്ല. ആറാമത്തെ കാര്യമാണ് പെർസിസ്റ്റൻസ്. തുടർച്ചയായി കൺസിസ്റ്റന്റ് ആയി അതിനെ ചെയ്യാനായിട്ട് സാധിക്കും. കൺസിസ്റ്റന്റ് ആയി ചെയ്യണം. വിജയം എന്ന് പറയുന്നത് എളുപ്പമല്ല. തുടർച്ചയായി കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ എന്ന് പറയാറുണ്ടല്ലോ, അതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഈ പെർസിസ്റ്റൻസ് ഉണ്ട്, തുടർച്ചയായി സ്ഥിരോത്സാഹത്തോടെ ഫോക്കസ്ഡ് ആയി നമ്മുടെ ഗോളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഏഴാമത്തെ കാര്യമാണ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഏറ്റവും ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് ബിലീഫ് സിസ്റ്റത്തിലൂടെ കണക്ട് ചെയ്യുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കൃതജ്ഞതാ മനോഭാവം. ജീവിതത്തിൽ എനിക്ക് ഉള്ളതിനെ കുറിച്ച് നന്ദി പറയുന്ന, കൃതജ്ഞത ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുന്ന, എല്ലാത്തിനെ കുറിച്ച് നന്ദി പറയുന്ന ആ ഒരു മനോഭാവം. ഈ 7 പവർ ഫാക്ടേഴ്സ് തീർച്ചയായും ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതേ പുസ്തകത്തില് തോട്ട്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാം എന്താണ് ചിന്തിക്കുന്നത്, നാം എന്ത് ഇമോഷൻസ് ആണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ചിന്തിക്കുന്നത്, തുടർച്ചയായി ചിന്തിക്കുന്നത് സാധ്യമാക്കാൻ സാധിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഇമോഷൻസ്? ഇപ്പോൾ ഒരു വലിയ പരീക്ഷ പാസ്സാകണമെന്ന് നാം ചിന്തിക്കുമ്പോൾ, അയ്യോ ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണോ എന്നുള്ളതോ എനിക്ക് നേടണമെന്നുള്ള ശക്തമായ ആഗ്രഹമാണോ? അല്ലെങ്കിൽ കുറെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നാൽ, അയ്യോ പണം ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ചിന്തിക്കുന്നതെയോ എനിക്ക് തീർച്ചയായും ഈ പണം നേടണം, പണം എൻ്റെ ജീവിതത്തിൽ വലിയ സമൃദ്ധി കൊണ്ടുവരും. അപ്പൊ ഈ തോട്ട്സും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ്, പണം വേണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് അയ്യോ എനിക്ക് ജോലി ചെയ്യണമോ എന്നുള്ള ഒരു ഭാരമാണ്, അതെയോ എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഹാപ്പിനെസ്, പണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ റിസൾട്ട് എന്താണോ, ആ റിസൾട്ടിൽ എത്തുമ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, അത് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.